ഹായ് ഹലോ ഓൾ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടേസ്റ്റി ഹെൽത്തി ഫിഷ് കട്ട്ലേറ്റ് റെസിപ്പിയാണ്. ഇത് ഏത് മീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, മുള്ളില്ലാത്ത മീനായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അലാസ്ക എന്ന് പറഞ്ഞ വൈറ്റ് ഫ്ലഷ് ഉള്ള ഒരു ഫിഷാണ്. 250 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 മീഡിയം സൈസ് ഫൈൻലി ചോപ്ഡ് ഒണിയൻ, ആവശ്യത്തിന് വെളുത്തുള്ളി, പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഇതിന്റെ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ്. ഇത് ഞാൻ വീറ്റ് ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, കുറച്ചും കൂടെ ഹെൽത്തി ഓപ്ഷനാണ്. പിന്നെ പൊട്ടറ്റോ സ്മാഷ് ചെയ്തത് 2 മീഡിയം, മുട്ടയുടെ വെള്ള എഗ് വൈറ്റ് അടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മീനെ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ടാണ് നമ്മൾ കട്ട്ലേറ്റിന്റെ മിക്സിലേക്ക് യോജിപ്പിക്കുന്നത്. അപ്പൊ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഒരു ഇച്ചിരി കുരുമുളക് പൊടി. നമ്മൾ പിന്നെ മിക്സിൽ വീണ്ടും കുരുമുളക് പൊടി ഇടുന്നതാണ്. ഇതൊരു ലൈറ്റ് മാരിനേഷൻ മതിയാവും. നമ്മൾ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒഴിച്ചിട്ട് നമ്മുടെ മീനെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇതിന്റെ ടെക്സ്ചർ വൈറ്റ് തന്നെയാണ്. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീന്. ഇത് പൊടിഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിനെ ചെറുതായിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇത് ഒരിക്കലും നമ്മൾ മിക്സിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കത്തില്ല, കാര്യം ഇത് ഒത്തിരി പൊടിഞ്ഞു പോവും. ഇതേപോലെ നമ്മൾ ഫോർക്ക് വെച്ച് ചെയ്താൽ മതി. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനം നമുക്ക് ആദ്യമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. നമ്മുടെ കട്ട്ലേറ്റിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി, എരിവനുസരിച്ച് കുരുമുളക് പൊടി, അല്പം ഗരം മസാല, ഇത്രയിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഫിഷ് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ മസാല നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഉപ്പ്, എരിവ് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയതുകൊണ്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. മസാലയുടെ ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ കൂടി ഇട്ട് മിക്സ് ചെയ്യാം. പൊട്ടറ്റോ യൂസ് ചെയ്യുന്നത് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. പൊട്ടറ്റോയുടെ അളവ് എപ്പോഴും മീനിന്റെ അളവിനേക്കാൾ കുറവായിരിക്കണം, അല്ലെങ്കിൽ പൊട്ടറ്റോയുടെ ടേസ്റ്റ് ഒത്തിരി മുമ്പിൽ വരും. അപ്പോൾ നമ്മുടെ മസാലയും പൊട്ടറ്റോയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി ആദ്യം കയ്യിലെടുത്തിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഫോം ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ സിമ്പിൾ ഓവൽ ഷേപ്പാണ് ചെയ്യുന്നത്. എല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചു. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 250 ഗ്രാം ഫിഷിന് നമുക്ക് 12 കട്ട്ലേറ്റ് ആണ് കിട്ടിയത്. കട്ട്ലേറ്റിന്റെ കോട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഈ മുട്ട വെള്ളയിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിലൂടെ മുക്കി മാറ്റി വെക്കുക. അപ്പൊ അതാ നമ്മൾ വറുക്കാൻ വേണ്ടി ഒരു പാനിൽ എണ്ണ വെച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഓരോ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുക. നമ്മളിത് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്
ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ഈസി ആയിട്ടുള്ള ഫിഷ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ നോക്കില്ലേ. ഈവനിങ് സ്നാക്ക് ആയിട്ടും അല്ലെങ്കിൽ ബിരിയാണിക്കൊക്കെ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്.